അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉളുഹിയത്ത് വരികയാണ്. ഉളുഹിയത്തിൻ്റെ അറിവ് ബലിപെരുന്നാൾക്ക് സുന്നികളായ നമ്മൾ അറുക്കുന്നു. എന്നാൽ അതൊരു പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുമുള്ളതുമാണ്. എന്നാൽ വഹാബികൾ പറയുന്നു, ആദ്യകാലത്തൊക്കെ വഹാബികൾ പറഞ്ഞിരുന്നത് അത് അറുക്കാൻ പാടില്ല, ഷിർക്കാണ്. അത് മഹാന്മാരിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരുടെയൊക്കെ സ്മരണയിൽ ഉള്ളതാണ്. അപ്പോൾ അത് ഷിർക്കാണ്, അള്ളാഹുവിന് വേണ്ടി അറുക്കണം. അപ്പോൾ അതുകൊണ്ട് ഉഹിയത്തറുക്കൽ ഷിർക്കാണ് എന്ന ജാഹിദീൻ്റെ പക്ഷം. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ അവർക്കും ബോധ്യപ്പെട്ടു, അവരും ഉളുഹിയത്ത് അറുക്കുന്നവരാണ്. അറുത്തതായിട്ട് എൻ്റെ അറിവിൽ ഞാനും തന്നെ അറിഞ്ഞതായിട്ട് ഉണ്ട്, വഹാബികൾ ഉളുഹിയത്ത് അറുത്തത്. എന്നാൽ ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു മുജാഹിദായ വ്യക്തിയുടെ വോയിസ്. അതുപോലെ തന്നെ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിന് വിപരീതമായിട്ടുള്ള ഒരു മുജാഹിദ്, അറിയപ്പെട്ട ഒരു മൗലവിയുടെ പ്രഭാഷണവുമാണ്. ഉളുഹിയത്ത് അത് അറുക്കണം, അത് അറുക്കേണ്ടതാണ്, അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതുമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു വോയിസ്, മുജാഹിദായ ഒരു വ്യക്തിയുടെ വോയിസ്, അത് അറുക്കാൻ പാടില്ല, അത് ഷിർക്കാണ് എന്ന് പറയുന്നതും, പിന്നെ അത് അറുക്കേണ്ടതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ്, പുണ്യകർമ്മമാണ് എന്ന നിലക്കുള്ള ഒരു കേരളത്തിൽ അറിയപ്പെട്ട ഒരു വഹാബിയുടെ മൗലവിയുടെ വോയിസും, ഈ രണ്ട് വോയിസാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഒരു വഹാബിയായ വ്യക്തി ഒരു വോയിസ്, അദ്ദേഹത്തിൻ്റെ വോയിസ്, അത് ഷിർക്കാണ്, അത് ഞാൻ അറുക്കാറില്ല, ഉളുഹിയത്ത് ഞാൻ അറുക്കാറില്ല എന്നുള്ളൊരു വോയിസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അഹമ്മദ്, ഞാൻ മുജാഹിദ് പ്രവർത്തകൻ തന്നെയാണ്, എന്താണ് സംശയം? അഹമ്മദ്, ഞാൻ മുജാഹിദ് പ്രവർത്തകൻ തന്നെയാണ്, എന്താണ് സംശയം? ഞാൻ ഉളിയത്ത് അറുക്കാറില്ല. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മക്കും സ്മരണക്കും വേണ്ടിയിട്ട് അറുക്കുന്നതാണ്. അതിൽ ശിർക്ക് വരുന്നുണ്ട്, ഉറപ്പല്ലേ? സുന്നികള് നേർച്ചക്ക് അറുക്കുന്നതും ഇബ്രാഹിം നബിയുടെ മേൽ നേർച്ച ചെയ്യുന്നതും ഒരുപോലെയാണ്. ഞാൻ ഉളിയത്ത് അറുക്കാറില്ല. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം രണ്ടും എന്താണ് വ്യത്യാസം? അള്ളാഹുവിന് വേണ്ടി അറുക്കണം. ഇത് ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കാനും അതിന്റെ സ്മരണക്ക് വേണ്ടിയല്ലാണ് ഉദിയത്ത് അറുക്കുന്നത്. അതുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനായ ഞാൻ ഉദിയത്ത് അറുക്കാറില്ല. അത് രണ്ടും തമ്മിൽ പിന്നെ എന്താണ് സുന്നികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? സുന്നികള് ഓരോരോ ഔലിയാക്കളുടെ മേൽ, നേർച്ചയുടെ മേൽ അറുക്കുന്നു, നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുന്നു. അതുകൊണ്ട് ആ ഉദിയത്ത് ശിർക്ക് തന്നെയാണ്, ഉറപ്പല്ലേ? അപ്പോൾ സഹോദരന്മാരെ കണ്ടില്ല, ഞങ്ങൾ മുജാഹിദായത്തിൻ്റെ വോയിസ്. അഹമ്മദ്, ഞാൻ
മുജാഹിദാണ് ഞാൻ, എന്താണ് ഉലൂഹിയത്ത് ഇറക്കാറില്ല, ശിർക്കല്ല. അത് രണ്ടും പാടെ എന്താ വ്യത്യാസം? സുന്നിയും പിന്നെ മുജാഹിദും എന്താ? സുന്നികൾ മഹാന്മാരുടെ പേരിൽ ഇറക്കുന്നു. പിന്നെ എന്താണ് സഹോദരന്മാരെ, ഇവിടെ മഹാന്മാരുടെ പേരിൽ അറുക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിരോധിച്ച കാര്യമല്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് മഹാന്മാരുടെ പേരിൽ അറുക്കുക എന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ അറുക്കുന്നത് ആരുടെ പേരിൽ നേർച്ചയാക്കിയാലും അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടും അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ആണ്ട് നേർച്ചക്കായാലും എന്തായാലും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അടുത്തത് മുജാഹിദിൻ്റെ കേരളത്തിൽ അറിയപ്പെട്ട മുജാഹിദിൻ്റെ ഒരു മൗലവിയുടെ ഉലൂഹിയത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം. അവരെന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അത് അല്ലാഹുവിന് വേണ്ടിയുള്ള അറിവാണ്. പടച്ചതമ്പുരാന് വേണ്ടിയുള്ള അറിവ് നടത്തൽ ബലികർമ്മം ദുൽഹജ്ജ് മാസത്തിൽ നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും മഹത്വമേറിയ ഒരു ആരാധനയാണത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള കാലി സമ്പത്തിൽ നിന്ന് ആ കാലികളെ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറിവ് നടത്തുക. ആടുമാടൊട്ടകങ്ങളിൽ ഏതിനെയും നമുക്ക് ഉലൂഹിയത്ത് അറുക്കാവുന്നതാണ്. ഉലൂഹിയത്ത് അറുക്കുവാൻ നിശ്ചയിക്കപ്പെടുന്ന മൃഗത്തിന് ചില വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് മുടന്തുള്ളതായിരിക്കരുത്, മജ്ജയും മാംസവും നശിച്ച ചാവാളി മൃഗങ്ങളെ ആയിരിക്കരുത് അറുക്കുന്നത്. ആർക്കും വേണ്ടാത്ത, വിറ്റാൽ വില കിട്ടാത്തതല്ല നീ ഉലൂഹിയത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടത്. മറിച്ച് ഉലൂഹിയത്തിന്റെ മൃഗത്തെ വളരെ പരിപാലിച്ച് വളർത്തി ഉണ്ടാക്കി അതിനോടൊരു പ്രത്യേകമായ ഒരു മാനസികമായ ബന്ധമൊക്കെ ഉണ്ടായി. അതെ, എന്താണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശം? കണ്ടാ അതിനെ അറുക്കാൻ തോന്നരുത്. അത്രയും നല്ല തടിച്ചു കൊഴുത്ത് നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള അത്തരത്തിലുള്ള ഉരുക്കളെയാണ് ഉലൂഹിയത്തായി അറുക്കേണ്ടത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, നാം ആലോചിക്കണം, അതിനെപ്പറ്റി തീരുമാനമെടുക്കണം. അപ്പോൾ സഹോദരന്മാർ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അറുക്കേണ്ടത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മൗലവി പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ വഹാബികൾ പിന്നെ അറുക്കാൻ പറ്റും എന്ന്, അറുക്കേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ മൗലവി പറയുന്നത്. അപ്പോൾ ഇവർ നോക്കി, ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ ഇവർക്ക് തന്നെ എന്താണ് ഒരു ഉറപ്പില്ലായ്മയാണ്. ഒരു കൂട്ടർ ഒന്ന് പറയുക, മറ്റൊരു കൂട്ടർ അതല്ല മറ്റേത് ഇതാണ് ശരി എന്നുള്ള അർത്ഥത്തിന് പറയുക. ഇതാണ് മുജാഹിദ് മതം. ഒന്നിലൊരു ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം ഇല്ല. ഒരു വിഭിന്നമായ അഭിപ്രായമാണ് മുജാഹിദ് മതത്തിലുള്ളത്. അപ്പോൾ എന്തായാലും ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഉലൂഹിയത്ത് എന്ന് മാത്രമല്ല ചില വിഷയങ്ങളിലൊക്കെ സുന്നികളാണ് ശരി എന്ന് വെച്ച് ഇപ്പോൾ അവർ ഓരോ വിഷയങ്ങളും കണ്ട് സുന്നികളെ പോലെ ചില വിഷയങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം വസിയത്തോടെ ഞാൻ നിർത്തുന്നു.